ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ മുതിർന്ന CPM നേതാവ് എ പത്മകുമാറിനെതിരായ നടപടി തീരുമാനിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗവും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നു. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നാണ് സൂചന. അതേസമയം നടപടി വന്നാൽ പലതും തുറന്നു പറയാനുള്ള ഒരുക്കത്തിലാണ് പത്മകുമാർ. മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ, എ പത്മകുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും യോഗം പുരോഗമിക്കുന്നു. കടുത്ത നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? രോഹിണി, യോഗം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അജണ്ടയായാണ് പത്മകുമാറിനെതിരെയുള്ള നടപടി ചർച്ച ചെയ്യുക. ആദ്യ അജണ്ട പത്തനംതിട്ട ജില്ലയിൽ CPM-ന് നേരിട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചുള്ളതാണ്. ആ അജണ്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതിനിധികളായി തോമസ് ഐസക്കും സജി ചെറിയാനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി എ പത്മകുമാറിനെതിരെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടനുബന്ധിച്ചുള്ള ആദ്യ അജണ്ടയ്ക്ക് ശേഷം രണ്ടാമത്തെ അജണ്ടയായി ഇത് ചർച്ച ചെയ്യുമ്പോൾ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരണം കീഴ്ഘടകങ്ങൾ നേരത്തെ എല്ലാ ജില്ലാ കമ്മിറ്റികളും കീഴ്ഘടകങ്ങളും ചേർന്ന് ഈ തെരഞ്ഞെടുപ്പ് തോൽവി CPM ചർച്ച ചെയ്തപ്പോൾ അതിൽ പ്രധാനമായും ഉയർന്നു വന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ച ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിയായി CPM-നെ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വർണ്ണക്കവർച്ച ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതായിരുന്നു കീഴ്ഘടകങ്ങളിലടക്കം തോൽവി പരിശോധിച്ചപ്പോൾ വിലയിരുത്തലുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കള്ള കവർച്ച കേസിലെ പ്രതിസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട നേതാവായ പത്മകുമാറിനെതിരെ നടപടി വേണം എന്നുള്ളതായിരുന്നു കീഴ്ഘടകങ്ങളിൽ നിന്നും പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ആവശ്യം ഉയർന്നു വന്നത്. ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെയും ഭൂരിഭാഗം അംഗങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് ഉള്ളത്. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഈ എ പത്മകുമാറിനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നിൽ വെക്കുകയും ജില്ലാ കമ്മിറ്റി അത് അംഗീകരിക്കുകയും പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് വിടുകയും ചെയ്യും. ഇനി തരംതാഴ്ത്തൽ പോലെയുള്ള നടപടികളിലേക്ക് മാത്രം കടന്ന് മുഖംരക്ഷിക്കൽ നടപടി കടക്കാനാണ് CPM ഇപ്പോഴും ശ്രമിക്കുന്നതെങ്കിൽ അത് പാർട്ടിയെ വരും ദിവസങ്ങളിലും വരും കാര്യങ്ങളിലും കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ച വിഷയമാവുകയും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് വരെ പാർട്ടിയെ നയിക്കുകയും ചെയ്ത ഒരു വിഷയമാണ്. പാർട്ടി അനുഭാവികളുടെ അടക്കം വോട്ട് ചോരുന്നതിന് ഇത് കാരണമായി എന്നുള്ള വിലയിരുത്തലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള ആളെ പാർട്ടി വീണ്ടും സംരക്ഷിക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപം പാർട്ടിക്ക് നേരെ കുന്തമുനയായി നിലനിൽക്കുന്നതിന് തുടരുന്നതിന് കാരണമാവുകയും ചെയ്യും. നിസ്സാരമായിട്ടുള്ള തരംതാഴ്ത്തൽ നടപടികളിലേക്ക് കടന്നാൽ. ഇനി രണ്ടാമത്തെ കാര്യം, കടുത്ത നടപടികളിലേക്ക് കടന്ന് എ പത്മകുമാറിനെ പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ അത് പത്മകുമാറും പാർട്ടിക്കെതിരെ പ്രതിരോധ വാള് ഓങ്ങും എന്നുള്ളതാണ്. അതിനുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പത്മകുമാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. CPM-ലെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തുള്ള ആളുകളെ കൊടുക്കുന്ന രീതിയിൽ തന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും പത്മകുമാറിന്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുകയും വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. രോഹിണി, എന്തായാലും രണ്ട് രീതിയിലും പത്മകുമാറിനെതിരെ നടപടിയെടുത്താലും കടുത്ത നടപടികളിലേക്ക് കടന്നില്ലെങ്കിലും CPM പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിണി, അതെ, അത് തന്നെയാണ്. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.